ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പായിട്ടാണ്. അതായത് നമുക്ക് തുന്നലൊന്നും അറിയില്ലെങ്കിലും ഹാൻഡ് വർക്ക് ഒന്നും ഇല്ലാണ്ട് ഈസി ആയിട്ട് എങ്ങനെയാണ് മിറർ വർക്ക് ചെയ്യുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് ഈ ഒരു 3D ഔട്ട്ലൈനറാണ്. ഇത് ഫെവിക്രിലിൻ്റെ 3D ഔട്ട്ലൈനറാണ്. ഇത് നമുക്ക് ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ്. നമ്മളുടെ ബട്ടൺ ഹൗസുകളിലും അതുപോലെ തന്നെ ഈ ബുക്സൊക്കെ കിട്ടുന്ന ഷോപ്പുകളിൽ അവിടെ എല്ലാം ഇത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതിന് 25 രൂപയാണ് ഈ ഒരു ട്യൂബിന് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതെന്താ വെച്ചാൽ നമ്മളുടെ ഫാബ്രിക് ഗ്ലൂ ഉണ്ടല്ലോ, ഫാബ്രിക് ഗ്ലൂവും അതിൽ നമ്മളുടെ ഗ്ലിറ്റേഴ്സ് ഇല്ലേ, അത് ഇതുപോലെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ഐറ്റമാണ്. നമുക്ക് ഔട്ട്ലൈൻ വരയ്ക്കാനും അതുപോലെ ഇത് വെച്ചിട്ട് ലിക്വിഡ് എംബ്രോയിഡറി ഒക്കെ ചെയ്യും ഈ ഒരു ട്യൂബ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാനായിട്ട് വളരെ കുറച്ചാണ് ഈ ഒരു ബോട്ടിൽ നിന്നും ആവശ്യം വരുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു നമ്മളുടെ ഔട്ട്ലൈനർ, ഈ ഒരു ഗ്ലൂ എന്ന് പറയുന്നില്ല, ഈ ഒരു ഔട്ട്ലൈനറും അതുപോലെ തന്നെ ഒരു പാക്കറ്റ് മിററും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഡ്രസ്സുകളിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കൊരു 10-15 രൂപയ്ക്ക് തന്നെ നമ്മളുടെ ഡ്രസ്സ് റെഡിയാക്കിയായിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ എൻ്റെ ഉള്ളത് ഗോൾഡനും കോപ്പർ കളറിൻ്റെയാണ്. ഇതുപോലെ എല്ലാ കളേഴ്സിലും ഈ ഒരു ട്യൂബ് അവൈലബിൾ ആണ്. ഗ്രീൻ, റെഡ്, അങ്ങനെ എല്ലാ കളേഴ്സിലും നമുക്കിത് കിട്ടും. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു അജ്രക് പ്രിൻറ്റ് വരുന്ന മെറ്റീരിയലാണ്. ഇതെനിക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു, പട്ടുപാവാട ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനാണ്. അപ്പോൾ അതുപോലെ അടുത്ത് നമുക്ക് വേണ്ടത് ഇതുപോലെ മിറേഴ്സാണ്. അപ്പോൾ മിറേഴ്സ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് റൗണ്ട് ഷേപ്പ് മാത്രമല്ല, മാർക്കറ്റിൽ ഒരുപാട് ഷേപ്പുകളിലും സൈസുകളിലും നമുക്ക് മിറേഴ്സ് അവൈലബിൾ ആണ്. ഈ ഒരു പാക്കറ്റിന് വരുന്നത് 10 രൂപയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ഈ റൗണ്ടിൽ തന്നെ ചെറിയ സൈസ്, അതുപോലെ സ്ക്വയർ ഉണ്ട്, ട്രയാങ്കിൾ, അങ്ങനെ ഒരുപാട് ഷേപ്സിൽ നമുക്ക് കിട്ടും. അപ്പോൾ എനിക്കിവിടെ വേണ്ടത് സർക്കിളാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് വലിയ റൗണ്ടിലുള്ളതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഡ്രസ്സിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനത്തെ ട്രയാങ്കിൾ ഷേപ്പിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അത് അതിൽ മിക്സായി വന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വേണ്ട സാധനം ഇതാണ്. ഈ ഒരു 2 ഐറ്റം മാത്രമേ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കിയാലോ. അപ്പോൾ ഞാൻ എൻ്റെ ഈ ട്യൂബ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എവിടെയാണോ നമുക്ക് മിറർ വെക്കേണ്ടത് അവിടെ ഇതുപോലെ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ സാധാരണ നമുക്ക് എന്തെങ്കിലും ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാബ്രിക് ഗ്ലൂ അധികം അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് നമ്മൾ കുറച്ച് കൂടുതൽ നമ്മൾ അപ്ലൈ ചെയ്യണം. കാരണം സാധാരണ നമ്മൾ ഹാൻഡ് വർക്കൊക്കെ മിററിന് ചുറ്റും ചെയ്യുക എന്താ വെച്ചാൽ അതിൻ്റെ ആ ഒരു എഡ്ജ് ഉണ്ടല്ലോ, അത് കവറാകുന്ന രീതിയിലാണ് നമ്മൾ ഹാൻഡ് വർക്ക് കൊടുക്കുക. ഇത് ഒറിജിനൽ മിറേഴ്സ് ആണ് കേട്ടോ, ഫോയിൽ മിറേഴ്സ് അല്ല. അപ്പോൾ നമുക്ക് ആ ഒരു എഡ്ജിൽ തട്ടിയിട്ട് നമുക്ക് കൈയൊന്നും മുറിയാതിരിക്കാനൊക്കെ ആയിട്ട് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബോർഡർ പോലെ വരാൻ പാകത്തിന് നമുക്ക് ഈ ഗ്ലൂ വേണം. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ തന്നെ അപ്ലൈ ചെയ്യുക. ഇതുപോലെ ഞാനിപ്പോൾ ഇതിലൊരു റൗണ്ട് ഡിസൈൻ വരുന്നുണ്ട്, അതിൻ്റെ സെൻറ്ററിലായിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഗ്ലൂ അപ്ലൈ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മിറർ ഇതുപോലെ എടുത്ത് കറക്റ്റ് അതിൻ്റെ സെൻറ്ററിൽ വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അതിൻ്റെ ടിപ്പ് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ വെറുതെ കൈ വെച്ച് നമ്മൾ വിരലിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പോൾ കണ്ടില്ലേ, ആ മിററിൻ്റെ ചുറ്റിനുമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത ആ ഗ്ലൂ ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കതൊരു വൈറ്റ് കളറിൽ അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക അല്ലേ. പക്ഷേ ഇത് ശരിക്കും നമുക്ക് ആ ഗ്ലിറ്ററി എഫക്റ്റ് കിട്ടുക ഇത് ഡ്രൈ ആയതിന് ശേഷമാണ്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടില്ല. നമുക്ക് ഒരു 5-6 മണിക്കൂറൊക്കെ അതിന് എന്തായാലും വേണം. അപ്പം ഞാനിത് ഓവർനൈറ്റ് രാത്രി ചെയ്ത് വെച്ചിട്ട് വയ്ക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് രാവിലെ ആകുമ്പോഴേക്കും സ്റ്റിച്ച് ചെയ്യാൻ പാകത്തിന് നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുക, അതിനുശേഷം മിറർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇത്രയും സിമ്പിളാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈവൻ കുട്ടികൾക്ക് പോലും ചെയ്യാവുന്നതേ ഉള്ളൂ ഇത്. അപ്പോൾ നമ്മുടെയൊക്കെ കയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഉള്ള സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സുകൾ വർക്കില്ലാത്തതൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ അജ്രക് പ്രിൻറ്റ് മെറ്റീരിയൽസൊക്കെ ഒരുപാട് മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി ഓണം വരികയാണ്. അപ്പോൾ ഓണം ടൈമിൽ എന്തായാലും എനിക്ക് തോന്നുന്നു അധികം പേരും എടുക്കുക അജ്രക് പ്രിൻ്റുള്ള മെറ്റീരിയൽസ് തന്നെയായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിത് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവുക. കണ്ടില്ലേ, അതിന് ചുറ്റും ഒരു ഞാൻ യൂസ് ചെയ്തത് ഗോൾഡൻ കോണായിരുന്നു. അപ്പോൾ കണ്ടില്ലേ, അതിൻ്റെ ചുറ്റിനുമായിട്ട് ഇതുപോലെ ഗോൾഡൻ കളറിൽ ആ ഒരു ഗ്ലൂ ഒക്കെ ഡ്രൈ ആയതിന് ശേഷം നമുക്കൊരു ബോർഡർ പോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇളകി പോരോ ഒന്നുമില്ല, ആ ഒരു ടെൻഷൻ വേണ്ട. അതുപോലെ തന്നെ മിററിൻ്റെ ചുറ്റും നമുക്ക് ബോർഡർ പോലെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളുടെ കൈയൊക്കെ തട്ടിയാലും അത് മുറിയോ ഒന്നും ചെയ്യില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അത്രയും സിമ്പിളാണ്. നമുക്കൊരു 5 മിനിറ്റ് മതി ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളത് അതൊന്ന് ഡ്രൈ ആയി കിട്ടാനുള്ള ടൈം മാത്രമാണ്. അപ്പോൾ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ബൈ.